വന്നത്. സൂപ്പർ സ്പീഡോ, വേഗം ഫോർമുല നമ്പർ 34 ആക്ടിവേറ്റ് ചെയ്യേ. ഓ ഡോട്ട്, മങ്കു എന്നെ പമ്പരം പോലെ കറക്കി കളഞ്ഞു. എനിക്കിപ്പോൾ തല കറങ്ങുന്നത് പോലെ തോന്നുന്നു. പക്ഷെ വിഷമിക്കണ്ട, അപ്ലൈയിങ് ഫോർമുല നമ്പർ 34. ഒറ്റവാക്കിൽ പറയണമെങ്കിൽ അമേസിംഗ്. എനിക്കും ആ പീകോക്കിനെ ഒന്ന് കാണണം. എന്റെ അമ്മ, അങ്ങോട്ട് നോക്ക്, വേറൊരു കളർഫുൾ ആയ പക്ഷി. അതൊരു ഹോൺടെയിൽ ബേർഡ് ആണ്. ഇവിടുത്തെ കാറ്റ് എത്ര ശുദ്ധമായിരിക്കുന്നു അല്ലേ? ശരിക്കും ഒരു റിഫ്രഷിംഗ് ഫീൽ കിട്ടുന്നുണ്ട്. പക്ഷെ ഒരുപാട് മനുഷ്യരിവിടെ വന്നിട്ട് കാടിനെ നശിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് എന്റെ ബ്യൂട്ടി നശിച്ചു പോയത്. കാടിന്റെ സൗന്ദര്യം കണ്ട് നിങ്ങളെല്ലാം മതിമറന്ന് നിൽക്കാനല്ലേ? ഞാനിപ്പോ കോടുവടിയിൽ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ? നമുക്ക് എല്ലാവർക്കും ചേർന്ന് എവിടുന്ന് ഒരു ഫോട്ടോ എടുത്താ കൊള്ളാന്നാ പറഞ്ഞേ. കീക്കോ, ഒന്ന് നടുവിലേക്ക് വാ. മേർസറെ കോർണർ. ടോണി, വാ വാ. ടെമ്പോ അണ്ണാ, നിങ്ങളും ഇങ്ങോട്ട് വന്നേക്ക്. തീർച്ചയായിട്ടും ഇതാ വരുന്നു. Do not cross area of Manku Banku. ഈ മങ്ങു മങ്ങു എന്ന് പറഞ്ഞ ആരാ? മങ്കു ബങ്കു ഒരു വലിയ മങ്കി മാൻ ആണ്. ഏതാണ്ട് കിങ് കോങ്ങിനെ പോലെ ഉണ്ടാകും. എല്ലാരും അവനെ കുറിച്ച് പറയുന്നത് എന്താണെന്നറിയോ? അവന് 4 കൈകളുണ്ടെന്നാ പറയുന്നത്. ആരെങ്കിലും ഈ മങ്കു ബങ്കുവിന്റെ ഏരിയക്കകത്ത് കടന്നു കഴിഞ്ഞാൽ പിന്നെ അവരാരും തിരിച്ച് ജീവനോടെ വന്നിട്ടില്ലെന്നാ പറയുന്നത്. മോളെ ട്വിങ്കിലെ, ഇങ്ങോട്ട് നോക്കൂ. ഇതൊക്കെ കൊച്ചുകുട്ടികളെ പേടിപ്പിക്കാൻ വേണ്ടിട്ട് ചില പേര് ഉണ്ടാക്കി വെച്ച കഥകളാണ്. ഞാൻ മങ്കു ബങ്കു പോലെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും വിശ്വസിക്കില്ല. എന്ന് വെച്ചാൽ മേറങ്ക്, നിങ്ങൾക്ക് അവന്റെ ഏരിയക്കകത്തൊന്ന് പോയി കാണിക്കാൻ പറ്റുമോ? ഇങ്ങോട്ട് നോക്കൂ മോനെ, ഞാൻ ആലോചിക്കുന്നത് എന്താണെന്നറിയോ? മങ്കു ബങ്കുവിനെ ഞാൻ വേദനിപ്പിക്കാൻ വിചാരിക്കുന്നില്ല. കാരണം ഒരുപക്ഷെ എനിക്ക് ദേഷ്യം വന്നാൽ പിന്നെ മങ്കു ബങ്കുവിന്റെ കാര്യം എന്താണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ എന്റെ പോക്കറ്റിൽ നിന്ന് ഏതെങ്കിലും ഒരു മൃഗം പുറത്തേക്ക് വരട്ടെ. എന്ന് വെച്ചാൽ നിങ്ങൾ ഇത്രയും നേരം പറഞ്ഞതെല്ലാം പച്ചക്കള്ളോ അല്ലേ? ഇതുപോലത്തെ കഥകളൊന്നും കേട്ടിട്ട് ഞാനൊട്ടും പേടിക്കില്ല. ഞാൻ വളരെ ധൈര്യശാലിയെന്നേ. ഇവിടെയൊന്നും മങ്കുമില്ല ബങ്കുമില്ല. ചിമ്മിക്കകത്ത് നിന്ന് പുറത്തേക്ക് വരുന്നത് പുകയാണ്. ടോണി ബോസ് പറയുന്നത് വെറും കഥയാണ്. ഈ ടോണിയോട് കയറി കളിച്ചാലുണ്ടല്ലോ. ഈ പപ്പിയെ കുറിച്ച് ഒറ്റവാക്കിൽ പറയണമെങ്കിൽ ക്യൂട്ട്. ഇന്ന് മുതൽ ഈ പപ്പിയുടെ പേര് ജംപി. കലക്കി ട്വിങ്ക്. ജംപിങ് അടിപൊളി പേരാട്ടോ. ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ? ഇതിലൊരു ഷെയർ ഞാൻ ജംപിങ്ങിനും കൊടുക്കുന്നുണ്ട്. അവന്റെ കഴുത്തിൽ ഒരു കളർഫുൾ കോളർ ഉണ്ടായിരുന്നെങ്കിൽ ജംപിയെ കാണാൻ കൂടുതൽ ക്യൂട്ട് ആയിരിക്കും. ഇപ്പൊ എന്നെ കാണാൻ അടിപൊളിയായിട്ടുണ്ടല്ലേ? ടോണി, ആ ഫിസ്ബി ഒന്ന് വലിച്ചെറിയ. ജംപി തന്നെ വായി വെച്ചത് ക്യാച്ച് ചെയ്തോളൂ. ടോമിയെ ഒരു കോമഡി പീസ് ആക്കിയിരിക്കല്ലേ, അതും വെറും ഒരു പപ്പയ്ക്ക് വേണ്ടിട്ട്. ഇപ്പൊ ഞാൻ അവനൊരു വഴിയാക്കും, നോക്കിക്കോ. ജംപി, നോ! ഓ മൈ ഗോഡ്, ഇതിപ്പോ ഒറ്റവാക്കിൽ പറയണമെങ്കിൽ മൊത്തം പ്രശ്നം തന്നെയാ. നീ എന്തിനാ ചെയ്തത്? നീ എന്തിനാ ഫ്രിസ്ബി ഇങ്ങനെ ഒരുപാട് ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞത്?
സോറി, ഞാനത് വലിച്ചെറിയണമെന്ന് വിചാരിച്ചല്ല. പക്ഷെ എന്ത് ചെയ്യാനാ, ഞാൻ വളരെ സ്ട്രോങ് ആയതുകൊണ്ട് വെറുതെ ഒന്ന് വലിച്ചെറിഞ്ഞപ്പോ അത്ര ദൂരത്തേക്ക് പറന്നു പോയി. ഒരുപാട് സമയമായി നമ്മുടെ ജമ്പ് ഇതുവരെ തിരിച്ചു വന്നിട്ടേ ഇല്ല. ഏതായാലും നമുക്ക് അകത്ത് പോയി ചെക്ക് ചെയ്തേക്കാം. ട്വിങ്കിൾ ഇസ് റൈറ്റ്. നമുക്ക് അകത്തേക്ക് ചെന്ന് ജംപിയെ തേടി കണ്ടുപിടിക്കാം. പക്ഷെ അത് മങ്കു ബങ്കുവിന്റെ ഏരിയ അല്ലേ, നമ്മളാരും അങ്ങോട്ട് പോകാതിരിക്കുന്നേ നല്ലത്. അതൊരു അപകടം പിടിച്ച സ്ഥലമാണ്, ഞാൻ പറഞ്ഞേക്കാം. അപകടം പിടിച്ച സ്ഥലം തന്നെയാ, പക്ഷേ ജംപി നമ്മുടെ ഫ്രണ്ടാണ്. അവനെ നമുക്ക് അങ്ങനെ തനിച്ചു വിട്ടേച്ച് പോകാൻ പറ്റില്ല. കീക്കോ പറഞ്ഞതാ ശരി. ഡോഡോ, ഞാനും കേക്കോയും ചേർന്ന് നോക്കാം. നീ ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാ. ഞാനും നിങ്ങളുടെ ഫ്രണ്ട് അല്ലേ. എന്റെ ഫ്രണ്ട്സ് എവിടെ പോയാലും അവരുടെ കൂടെ ഞാനും എപ്പോഴും ഉണ്ടാവും. ഡേഞ്ചർ സിഗ്നൽ ബ്ലിങ്ക് ആവുന്നുണ്ട്. നമുക്ക് ഉടനെ ചെന്ന് നോക്കാം. ഓ എന്റെ ദൈവമേ, എങ്ങനെയെങ്കിലും ഞങ്ങളെ ഒന്ന് രക്ഷിക്കണേ. ഇപ്പൊ അവരാ ഡേഞ്ചർ സ്ഥലത്തേക്ക് പോകും. നിരന്തരമായി ഈ കാട്ടിനകത്ത് തന്നെ എവിടെങ്കിലും കുടുങ്ങി കിടക്കും. ഈ കാട്ടിനകത്ത് ഒരു സൈറൻ സൗണ്ട് കേട്ടു. അത് എവിടെ വന്നു, എങ്ങനെ വന്നു, പറയൂ. സാരപ്പ കോഡ് ലാംഗ്വേജിൽ പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയോ? രാത്രിയാവാൻ പോകുന്നാ പറഞ്ഞ്. കീക്കോ, ട്വിങ്കിൾ, ഡോഡോ എവിടേക്കാ പോയത്? ജെറ്റ്പെറ്റ് അങ്കിൾ, അവരൊക്കെ ദേ അങ്ങോട്ടാ പോയിരിക്കുന്നേ. ദാ പോയി, ദാ വന്നു, ഞങ്ങൾ അവരെ കൊണ്ടുവന്നേക്കാം. എന്റെ അമ്മച്ചി, എന്തൊരു വലിയ ചെലന്തിയായത്. നിങ്ങളെല്ലാരും എന്താ വിചാരിച്ചിരിക്കുന്നത്? ശരിക്കും ജമ്പി ഈ കാടിനകത്ത് ഇത്രയും ദൂരം വന്നു കാണുവോ? കാടിനെ കുറിച്ച് ഒരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ സ്കേറി. സാധാരണ സ്കേറി അല്ല, വളരെ വളരെ അതിഭയങ്കര സ്കേറി. സ്കാഫ് ഇവിടെയുണ്ട്, പക്ഷേ ജംപിയെ എവിടെയെങ്കിലും കാണാനില്ലല്ലോ. എന്റെ ദൈവമേ, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഈ ഡേഞ്ചർ ഏരിയയിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോയേ പറ്റൂ. ജംപി എവിടെയോ കുടുങ്ങിപ്പോയിന്നാ തോന്നുന്നേ. ദേ നോക്ക്, നിങ്ങൾ എനിക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യേ. ഞാൻ ചെന്ന് ചെക്ക് ചെയ്തിട്ട് വന്നേക്കാം. അതൊന്നും പറ്റില്ല കേക്കോ, ഞങ്ങൾ നിന്നെ എങ്ങോട്ടും തനിച്ചയക്കില്ല. അപകടം വരുമ്പോ ഒരു ഫ്രണ്ട് മറ്റൊരു ഫ്രണ്ടിനെ തനിച്ചാക്കരുത്. ഒരൊറ്റവാക്കിൽ പറയണമെങ്കിൽ അതാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. ശരിയല്ലേ ഡോഡോ? ആ, ട്വിങ്കിൾ പറയുന്നതാണ് ശരി. എന്നാൽ ഓക്കെ. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ഈ ഡേഞ്ചർ ഏരിയയിൽ നമ്മൾ എല്ലാവരും എപ്പോഴും ഒന്നായിട്ടുണ്ടാവണം. ഓക്കെ? എന്റെ ദൈവമേ, എനിക്ക് ഈ കാട് കാണും തോറും ഭയങ്കര പേടി തോന്നുന്നു. R7 ഡേഞ്ചർ ലൊക്കേഷൻ ഇവിടെയാണ് കാണിക്കുന്നത്. എന്തോ ഒരു അപകടമുണ്ട്, പക്ഷെ എവിടെയാണ്? നിങ്ങൾ രണ്ടാളും എന്താ ഒന്നും മിണ്ടാതെ വരുന്നേ? കീക്കോ! മങ്കോ, ഞങ്ങൾ ആരും നിന്നെ ഹേർട്ട് ചെയ്യാൻ വന്നതല്ല. ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ ഡോഗിയെ തേടി വന്നതാ. കീക്കോ, ഇവൻ നമ്മുടെ ലാംഗ്വേജ് പറഞ്ഞതൊന്നും മനസ്സിലാവില്ല. എല്ലാ ആനിമൽസിലും ലവ് ആൻഡ് റെസ്പെക്ടിന്റെ ഭാഷ മനസ്സിലാവും ടിങ്കിൾ. നമ്മൾ അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ അല്ല വന്നെന്ന കാര്യം അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവൻ നിങ്ങൾ രണ്ടാളെയും വിട്ടേക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മങ്കു ബങ്കുവിന് മനസ്സിലാവില്ലെന്നാ തോന്നുന്നേ. സൂപ്പർ സ്പീഡോയെ വിളിക്കേണ്ട സമയമായിന്നാ തോന്നുന്നേ. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, ആ മങ്കു ബങ്കു നമ്മുടെ ട്വിങ്കിളിനെയും ഡോഡോയും പിടിച്ചോണ്ട് പോയിരിക്കുക. എത്രയും പെട്ടെന്ന് നമുക്ക് അവരെ രക്ഷിച്ചേ പറ്റൂ. ഈ സ്ഥലം വളരെ നിശബ്ദമാണല്ലോ. മങ്കു ബങ്കു എങ്ങോട്ടാ പോയത്? സൂപ്പർ സ്പീഡോടെ സ്പീഡ് കണ്ടപ്പോൾ അവൻ വിരണ്ടു പോയെന്നാണ് തോന്നുന്നത്.
സോറി കിക്കോ, ഞാൻ അറിയാതെ അങ്ങനെ പറഞ്ഞു പോയി. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഫുൾ ഫോഴ്സ് ഉപയോഗിച്ച് അവന്റെ ബോഡിയിൽ ചെന്നിടിക്കാം. വേണ്ട സൂപ്പർ സ്പീഡോ, നമ്മൾ ഒരു മൃഗത്തെയും വേദനിപ്പിക്കരുത്. പിന്നെ വേറൊരു കാര്യം, നമ്മളാണ് അവരുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്, അവരല്ല നമ്മുടെ വീട്ടിലേക്ക് വന്നത്. സൂപ്പർ സ്പീഡോ, വേഗം ഫോർമുല നമ്പർ 34 ആക്ടിവേറ്റ് ചെയ്യേ. ഓ ഡോട്ട്, മങ്കു എന്നെ പമ്പരം പോലെ കറക്കി കളഞ്ഞു. എനിക്കിപ്പോൾ തല കറങ്ങുന്നത് പോലെ തോന്നുന്നു. പക്ഷെ വിഷമിക്കണ്ട, അപ്ലൈങ് ഫോർമുല നമ്പർ 34. ആ മങ്കു ബങ്കു എന്റെ ഫ്രണ്ട്സിനെ വിളിച്ചോണ്ട് എങ്ങോട്ടാ പോയെന്നറിയില്ലല്ലോ. അവര് രണ്ടുപേരും വലിയൊരു അപകടത്തിൽ കുടുങ്ങിയിരിക്കുക. ഡോണ്ട് വറി കിക്കോ, നീ വിഷമിക്കണ്ട. ഇക്കാര്യത്തിൽ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പൊ നീ തന്നെ പറ സൂപ്പർ സ്പീഡോ, ഇതുപോലെ അപകടം പിടിച്ച കാട്ടിനകത്ത് നമ്മൾ അവരെ എങ്ങനെ തേടി കണ്ടുപിടിക്കും? ഇതിന് ഏത് ഫോർമുലയാ യൂസ് ചെയ്യേണ്ടത്? ഒരു ഐഡിയ ഉണ്ട് കിക്കോ. എന്താ? വേഗം പറ സൂപ്പർ സ്പീഡോ. മങ്കു ബങ്കു ഓടിപ്പോകുമ്പോൾ ഈ സ്ഥലം മുഴുവനും വൈബ്രേറ്റ് ആയി. ഞാൻ വൈബ്രേറ്റിംഗ് മീറ്റർ വെച്ച് കണ്ടെത്താം. ഏത് വൈബ്രേഷൻ എവിടെ നിന്നൊക്കെയാണ് വരുന്നതെന്നും കണ്ടെത്താം. വാവ് ബഡി, വേഗം അത് കണ്ടുപിടിക്കേ. കെട്ടിപ്പോയി കിക്കോ, ഇങ്ങോട്ട് നോക്കൂ. ഞാൻ ഇതിന്റെ സെറ്റിംഗ്സ് വേറെ രീതിയിൽ ചെയ്തിരിക്കുകയാണ്. സ്ട്രോങ് വൈബ്രേഷൻ എവിടെ കണ്ടാലും അത് ഇതിൽ കാണിക്കും. എവിടുന്ന് വൈബ്രേഷൻ വരുന്നോ അത് ഈ പൊസിഷൻ മാപ്പിൽ കാണിക്കുന്നതാണ്. നമ്മൾ രണ്ടുപേരും ആ സ്ഥലത്തെത്തി കഴിഞ്ഞാൽ ആ കാണുന്ന ഗ്രീൻ ലൈറ്റ് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യും. എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോകാം സൂപ്പർ സ്പീഡോ. എത്രയും പെട്ടെന്ന് ഫ്രണ്ട്സിനെ രക്ഷിക്കണം. ഈ കാട് അപകടം പിടിച്ചത് മാത്രമല്ല, എത്ര അതിസുന്ദരമായ വ്യൂ ആണ് ഇവിടെ കിട്ടുന്നത്. ഈ സമയത്ത് എന്റെ ഫ്രണ്ട്സ് എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എത്രമാത്രം എൻജോയ് ചെയ്യായിരുന്നു. വിഷമിക്കണ്ട കിക്കോ, എത്രയും പെട്ടെന്ന് നമുക്ക് അവനെ കണ്ടെത്താം. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒന്നിച്ച് എൻജോയ് ചെയ്യാം. അങ്ങോട്ട് നോക്കി കിക്കോ, ഗ്രീൻ സിഗ്നൽ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഏതാണ്ട് ആ സ്ഥലത്തെത്തി കഴിഞ്ഞു എന്നർത്ഥം. Best of luck, Kiko. ഈ കാണുന്ന സാധനങ്ങളെല്ലാം ആരുടേതായിരിക്കും? ട്വിങ്കിൾ, ഡോഡോ, എഴുന്നേൽക്ക്. ഇത് ഞാനാ, കിക്കോ. ഭാഗ്യത്തിന് നീ ഞങ്ങളെ രക്ഷിക്കാനായിട്ട് എത്തി. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് എത്ര സമയമായെന്നറിയോ? വേഗം വാ, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. എത്ര തേടിയിട്ടും നമുക്ക് ജമ്പേ കിട്ടിയില്ലല്ലോ. നമുക്കൊന്നെ ഇപ്പൊ കണ്ടുപിടിക്കണം. ദേ അങ്ങോട്ട് നോക്ക്, ഗുഹയുടെ ആ ഭാഗത്തുനിന്ന് വെളിച്ചം കാണുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. വേഗം വാ, മങ്കു ബങ്കു വരുന്നതിന് മുമ്പ് നമുക്ക് എസ്കേപ്പ് ആവണം. സൂപ്പർ
സ്പീഡോ, ഈ കേവ് ഏത് സമയത്തും തകരുമെന്നാ തോന്നുന്നേ. നമ്മൾ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്തേക്ക് പോയേ പറ്റൂ. ഓക്കേ കീക്കോ. താങ്ക് ഗോഡ്, മങ്കു മങ്കു ഇപ്പൊ കേവിനകത്ത് കുടുങ്ങി പോയി. 3 വാക്കിൽ പറയണമെങ്കിൽ വി ആർ സേഫ്. വേഗം സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 66. ആക്ടിവേറ്റിംഗ് ഫോർമുല 66. കീക്കോ, വെള്ളമുള്ള സ്ഥലത്തേക്ക് ഞാൻ പോകാൻ ഒരല്പം ലേറ്റ് ആകുമെന്നാണ് തോന്നുന്നത്. ഇനി മങ്കു ബംഗുവിനെ നമ്മൾ എങ്ങനെ തോൽപ്പിക്കും? ഡോണ്ട് വറി ബഡി, വേഗം വെള്ളമുള്ള സ്ഥലത്തേക്ക് പോ. മങ്കു ബംഗുവിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 87. ആക്ടിവേറ്റിംഗ് ഫോർമുല 87. നീ ആരാ? എവിടുന്നാ വന്നിരിക്കുന്നേ? ശരിക്കും നീ ഭയങ്കര സ്മാർട്ട് തന്നെയാണ്. രാത്രി നേരങ്ങളിൽ കൊള്ളയടക്കാൻ ഇറങ്ങിയ നിന്നെ പോലുള്ളവരെ ഞാൻ വെറുതെ വിടില്ല. അതാ കെട്ടിയിട്ടിരിക്കുന്നത്. അടിച്ചതിന്റെ എല്ലാം എണ്ണി എടുക്കും ഞാൻ. സാറിപ്പ ചോദിച്ചു വരുന്ന കാര്യം എന്താന്ന് അറിയോ? നീ ഈ കാട്ടിനകത്ത് ഇത്രയും ദിവസങ്ങളായിട്ട് എന്താ ചെയ്തുകൊണ്ടിരുന്ന? ഞാൻ ഈ കാട്ടിൽ നിന്നും മരങ്ങൾ വെട്ടി ആ മരങ്ങളെല്ലാം വെളിയിൽ കൊണ്ടുചെന്ന് വലിയ വിലയ്ക്ക് വിറ്റ് കാശാക്കുമായിരുന്നു. മരങ്ങളെ വെട്ടാനും വെട്ടിയത് കൊണ്ട് സേഫ് ആക്കി വെക്കാനും എല്ലാത്തിനുമായി ഞാൻ ഇവരെയൊക്കെ വെച്ച് ജോലി ചെയ്യിപ്പിച്ചിരുന്നു. ഞങ്ങൾ എല്ലാവരെയും രക്ഷിച്ചതിന് വളരെ നന്ദിയുണ്ട്. ഇവരെല്ലാവരും ഈ കാട് ചുറ്റിക്കാണാൻ ഒരു പ്രാവശ്യം വന്നവരാണ്. അപ്പൊ ഞാൻ ഇവരെ പിടിച്ചുകൊണ്ടുവന്ന് എന്റെ കസ്റ്റഡിയിൽ വെച്ചിരുന്നു. അതാ ഞാനും ഓർത്തത്. ഒരു കൊരങ്ങൻ മനുഷ്യനെ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്? നീ ആ തീപ്പന്തം എടുത്ത് എന്നെ നോക്കി എറിഞ്ഞില്ലേ? അപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. കാരണം എല്ലാ മൃഗങ്ങളും തീ കണ്ടാൽ പേടിച്ചു വിറയ്ക്കും. പക്ഷെ ഞാൻ നിന്നെ കിക്ക് ചെയ്ത സമയത്ത് ഒരു മെറ്റാലിക് സൗണ്ട് കേട്ടു. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, മങ്കു ബങ്കു അനിമൽ അല്ല. കലക്കി, വളരെ നല്ല കാര്യം.
ഇനി ഞങ്ങളും ഇവനെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് ഇടാൻ പോവുകയാണ്. എങ്കിലും നിനക്ക് ആ വേദന എന്താണെന്ന് മനസ്സിലാവും. ഇപ്പോ ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു പോകാമല്ലോ അല്ലേ? ആ ഇനി ഞാൻ എന്റെ മമ്മി കുക്ക് ചെയ്ത ഫുഡ് കഴിക്കും. നിങ്ങളെയൊക്കെ കണ്ടതിൽ സന്തോഷം. ഞാനൊരു അല്പം കഴിച്ചോട്ടെ. ഇതാ നീ കഴിക്കേ. ഇനി ഈ കാട്ടിനകത്ത് എല്ലാരും സന്തോഷമായിട്ട് എൻജോയ് ചെയ്യാം. ആ ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ, മങ്കു ബങ്കു ഇവിടെ ആരുമില്ലെന്ന്. ഈ കള്ളനെ ഞാൻ ആദ്യമേ പിടിച്ചിരുന്നെങ്കിൽ അവനെ ഇടിച്ച് ഞാൻ ചമ്മന്തിയാക്കിയേനെ. എന്നിട്ട് അവന്റെ എല്ലുകളൊക്കെ എണ്ണിയേനെ. അങ്ങനെ മരം വെട്ടുന്ന കാര്യം തന്നെ അവൻ മറന്നുപോയേനെ. ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ എന്റെ തലയിൽ മരം വീഴട്ടെ. ഈഷ്. കീക്കോ, ടോണിയുടെ ഈ ജമ്പ് വളരെ പവർഫുൾ ആണ്. ഇങ്ങനെ പോയാൽ എന്റെ സിസ്റ്റം ഡാമേജ് ആവുമെന്നാണ് തോന്നുന്നത്. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 41 അപ്ലൈ ചെയ്യ്. ഓക്കേ കീക്കോ, എന്റെ മാഗ്നറ്റിക് റേസ് വെച്ച് ഡ്രെയിനേജിന്റെ സ്ലാബ് ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചേക്കാം. ഇത് കണ്ടോ, എന്റെ പുതിയ കണ്ടുപിടുത്തമാണിത്. അയ്യോ, ഗാഡ്ജറ്റ്സ് ഉണ്ടാക്കുന്നത് നിർത്തിയെന്നോ? ഇപ്പോൾ നിങ്ങൾ തുണി തയ്ക്കാൻ തുടങ്ങിയോ? നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇത് സാധാരണ കോട്ടല്ല, പക്ഷെ ഇത് സൂപ്പർ ടെക്സിഡോയാണ്. ഇതിനകത്ത് ഒരുപാട് പവേഴ്സ് ഉണ്ട്. ഓ, എങ്കിൽ പിന്നെ അത് എന്നെ പോലെ ഒരു പവർഫുൾ ആളിന്റെ കയ്യിൽ വേണ്ടേ ഇരിക്കേണ്ടത്. വളരെ ശരിയാണ് പറഞ്ഞത് മേയർ. ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് നിങ്ങളെ ആരെങ്കിലും അറ്റാക്ക് ചെയ്താൽ നിങ്ങൾ ഈ കോട്ടിന്റെ സഹായത്തോടെ അവനെ ശരിക്കും പകരം വീട്ടുന്നതായിരിക്കും. പക്ഷേ മേരങ്ങളുടെ ബോഡി സൈസ് വെച്ച് നോക്കുമ്പോ ഇത് വളരെ ചെറുതല്ലേ? ഈ ടെക്സിഡോക്ക് വേറൊരു സ്പെഷ്യാലിറ്റിയും ഉണ്ട്. ആരുടെ ശരീരത്തിൽ വേണമെങ്കിലും ഇത് നല്ലോണം ഫിറ്റ് ആകും. അല്ലെങ്കിൽ തന്നെ എനിക്കിനി ആരുടെയും പ്രൊട്ടക്ഷൻ ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ എല്ലാവരും ഇത്രയും സ്നേഹത്തോടെ ഈ ടെക്സിഡോ എനിക്ക് തന്നതുകൊണ്ട് ഞാൻ ഇത് അണിയുകയാണ്. ഇല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഞാൻ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ലാതെ ഏലിയൻസിനെ എടുത്തിട്ട് ഇടിച്ച് ചമ്മന്തിയാക്കി വലിച്ചെറിഞ്ഞു കളഞ്ഞില്ലേ. സത്യമാണ് മീരങ്ക്. പിന്നല്ലാതെന്താ, ഇപ്പൊ ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ ഈ എന്റെ തലയിൽ അക്രൂട്ട് വന്ന് വീഴട്ടെ. അപ്പൊ അദ്ദേഹം പറഞ്ഞതെല്ലാം പച്ച കള്ളമാണല്ലേ? ശരി, ഓക്കെ. അധികം പറഞ്ഞ കള്ളം കേട്ട് എനിക്കൊരു ഓർമ്മ വന്നു. ഖുറാന അങ്കിൾ, ഈ ടെക്സിഡോയിൽ ആ ബട്ടൺസ് എന്തിനാണ് പിടിപ്പിച്ചിരിക്കുന്നത്? ഇത് പ്രസ് ചെയ്താൽ ഡിഫറെന്റ് പവേഴ്സ് ആക്ടിവേറ്റ് ആകുന്നതാണ്. അതായത് ഈ ജെ എന്ന് വെച്ചാൽ ജമ്പ്. ഈ ബട്ടൺ പ്രസ് ചെയ്തതും മനുഷ്യർ ഇങ്ങനെ ജമ്പ് ചെയ്യാൻ തുടങ്ങും. എന്തൊരു ചാട്ടമായി ചാടുന്നത്! സൂപ്പർ ഡൂപ്പർ, സൂപ്പർ ഡൂപ്പർ. ബോസ്, അങ്ങോട്ട് നോക്കൂ, ചേകത്താൻ. അല്ല, അത് അണ്ണാറക്കണ്ണൻ. മാറി നിക്കേ, സൈഡിലേക്കൊന്ന് മാറി നിക്കേ. പ്ലേഗ്രൗണ്ടാണ് കളിക്കളം. ടോണി ബോസ് തോണ്ടി വെച്ചിരിക്കുന്നത് കുളമാണ്. ഈ ടോണിയോട് കയറി കളിച്ചാലുണ്ടല്ലോ. കലക്കി ഖുറാന അങ്കിൾ, ഈ ടെക്സിഡോയ്ക്ക് ഹെവി പവർ ഉണ്ടെന്ന് തോന്നല്ലോ. നോക്കിക്കൊണ്ടിരിക്കും മോനെ. ദേ ഇത് കണ്ടോ, ആർ ബട്ടൺ, അതായത് റൺ. അത് പ്രസ് ചെയ്തതും ടാക്സിയുടെ അണിഞ്ഞിരിക്കുന്ന മനുഷ്യൻ മിന്നൽ വേഗത്തിൽ ഓടുന്നതായിരിക്കും. പറ്റുമെങ്കിൽ തടഞ്ഞു നിർത്താൻ ശ്രമിക്ക. ഞങ്ങൾ അദ്ദേഹത്തെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കാം.
എന്റെ ദൈവമേ, എന്തൊരു സ്പീഡായിരുന്നു അത്. വേഗത്തിന് ഒരു ലിമിറ്റ് ഇല്ലാതെ ആയല്ലോ ഇപ്പൊ. വേഗത്തിന്റെ കാര്യത്തിൽ എന്നെ പോലെ അടിച്ചു പൊളിക്കാനും പൊളിച്ചെടുക്കാനും വേറെ ആർക്കും കഴിയില്ല. എന്താ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ? സാറ് പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം ബുള്ളറ്റ് ട്രെയിൻ പോലെയുള്ള ഈ വേഗമായ റൈഡ് വളരെ ഇഷ്ടമായെന്നാ. ഇനി ഒരു റൗണ്ട് കൂടെ പോയാലോ? ഇനി ഒന്നോ? വേണ്ട വേണ്ട. ബോസ്, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒട്ടും ശരിയല്ല. ഞാൻ പറയുന്നത് കേൾക്കൂ, അങ്ങോട്ട് നോക്കൂ. ഈ ടാക്സിഡോയുടെ അവസാനത്തെ പവർ ഞാൻ കാണിക്കാനായി മേയർ സാർ, നിങ്ങൾ ആ പഞ്ച് എന്ന ബട്ടൺ പ്രസ് ചെയ്താ മതി. ദേ അവിടെയുള്ള ആ പില്ലറിലൊന്ന് പഞ്ച് ചെയ്തേക്ക്. നിർത്ത. ഞാൻ ഇവിടെ ഉള്ളപ്പോ ഈ പഞ്ചിടമോ ആർക്കും കൊടുക്കാൻ പറ്റില്ല. ടോണി ബോസ്, അതങ്ങ് വിട്ടേക്ക്. അല്ലെങ്കിലും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ശരിയല്ല. വെറുതെ ചെന്ന് ഊരാകുടുക്കിൽ ചാടല്ലേ. എന്നാൽ ശരി, ഓക്കെ, ഒരു കാര്യം ചെയ്യാം. ടോണി, നീ ആദ്യം ഒരു പഞ്ച് ചെയ്യ്. അതിനുശേഷം മേയർ സാർ പഞ്ച് ചെയ്യട്ടെ. അപ്പൊ മനസ്സിലാകുമല്ലോ ആരുടെ പഞ്ചാണ് വളരെ പവർഫുൾ എന്ന്. നിങ്ങളുടെ ഈ പുതിയ കണ്ടുപിടുത്തമായ ടക്സിഡോ വളരെ വളരെ പവർഫുൾ ആണെന്ന് തോന്നുന്നല്ലോ. ഒരുപക്ഷെ ഇത് തെറ്റായ ആളുകളുടെ കയ്യിൽ കിട്ടിയാൽ വല്ലാത്ത പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ടാക്സിഡോ ഞാൻ സൺസിറ്റിയിലെ വളരെ ബുദ്ധിമാനായ ഒരാൾക്ക് നൽകിയിരിക്കുന്നത്. എന്താ, ശരിയല്ലേ? ടോണി ബോസ്, നിങ്ങൾ ഒറ്റ ഇടിക്ക് പടപട പപ്പടമാവും വിചാരിച്ചപ്പോ പൂക്കുറ്റി പോലെ അങ്ങ് പോയല്ലോ. ഇപ്പൊ എന്തെങ്കിലും ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ എല്ലാവരും ചേർന്ന് നിങ്ങളെ അവസാനം ഓലപ്പീപ്പിന്ന് വിളിക്കും. അതൊന്ന് ഓർക്കണം. ഓലപ്പീപ്പി അല്ലടാ, മാല പടക്കമാണ് ഞാൻ. എന്റെ കളി നീ കാണാൻ പോകുന്നേ ഉള്ളൂ. ആ ടാക്സിഡോ എങ്ങനെ അലമാര തുറന്ന് പുറത്തേക്ക് പോയത്? എന്ന് വെച്ചാൽ അതിനോടി പോകാൻ കാലുണ്ടോ? കലക്കി ബോസ്, നിങ്ങൾ ആ ടാക്സിഡോ അടിച്ചു മാറ്റിയല്ലേ. ഇനി അതെവിടെങ്കിലും രഹസ്യമായിട്ട് മറച്ചു വെക്ക്. അതുകൊണ്ട് ഇനി നിങ്ങളുടെ പഞ്ചായിരിക്കും സൺസിറ്റിയിലെ ഏറ്റവും പവർഫുൾ ആയ എടാ പഞ്ച്. മരമണ്ട, ഇത് മറച്ചു വെക്കേണ്ട സാധനമല്ല, ശരീരത്ത് അണിയേണ്ട സാധനമാടാ. ഇപ്പൊ ഈ ടോണിയുടെ പഞ്ചിന്റെ പവർ നോക്ക്. പപ്പട പടപട പപ്പടം. ഇപ്പൊ പറയുന്നടാ, ഈ ടോണിയോട് കയറി കളിച്ചാലുണ്ടല്ലോ. ഭൂകമ്പമാണ് എന്റെ തമ്പുരാനെ. ഇനി എന്റെ കളി കണ്ടോണ്ടിരിക്ക. ഈ ടാക്സിയുടെ പവർ വെച്ചിട്ട് ഞാൻ ഈ സൺസിറ്റി എങ്ങനെ ഭരിക്കാൻ പോകുന്നത് നോക്ക്. ഇപ്പോൾ ഈ സൺസിറ്റിയിൽ ഇനിയെല്ലാം എന്റെ കൺട്രോളിലായിരിക്കും. ഇനി ഇവിടത്തെ രാജാവ് ഞാനാണ്. ഡോക്ടർ ഖുറാന, നിങ്ങളുടെ ടാക്സിഡോയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിയോട് ചേർത്ത് അതിന് കാലുകളുമുണ്ടോ? അതെന്താ നിങ്ങൾ എന്നോട് പറയാഞ്ഞത്? അതെന്റെ അലമാരയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഇല്ലല്ലോ. നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു കാര്യവും അതിനകത്തില്ല. എന്ന് വെച്ചാൽ ആ ടാക്സിഡോയെ ആരെങ്കിലും അടിച്ചു മാറ്റി കൊണ്ടുപോയതാണോ? ഒരുപക്ഷെ അത് തെറ്റായ ആളുകളുടെ കയ്യിൽ ചെന്നപ്പെട്ടാൽ? വരൂ ഡോക്ടർ, നമുക്ക് ഉടൻ തന്നെ പോയി ആ ടാക്സിഡോയെ കണ്ടുപിടിക്കണം. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. താങ്ക് യു ടോണിക്കുട്ട. പക്ഷെ ഞാൻ ഈ ക്യാൻഡി ആ കാണുന്ന കുട്ടിക്ക് ഓൾറെഡി വിറ്റ് കഴിഞ്ഞു. അല്ല, ഇത് നിങ്ങൾ തന്നെ വെച്ചോളൂ. വീട്ടിലേക്ക് പോയിക്കോളൂ. കാരണം ഇന്ന് മുതൽ കാൻഡീസ് ആരും വിൽക്കില്ല. കാൻഡീസ് പൊട്ടിക്കും. വാട്ട് നോൺസെൻസ്. നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നോൺസെൻസ് എന്ന് പറയുന്നത് ഇതിനെയല്ല, പക്ഷേ അതിനെയാണ് പറയേണ്ടത്.
ഓ ഗോഡ്, ഇതിപ്പോ ഭൂകമ്പം വന്നതുപോലെ ആയല്ലോ. ഹെൽപ്പ് ഹെൽപ്പ്, സംബഡി ഹെൽപ്പ് മീ പ്ലീസ്. സൺസിറ്റിയിലെ കുട്ടികളെ, ഇപ്പൊ ഈ സൺസിറ്റിയിലെ രാജാവ് ഞാനാണ്. ടോണി ഇവിടെ രാജാവായി ഇരിക്കുമ്പോൾ നിങ്ങൾ ആരും ടോയ്സും കാൻഡീസും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഫ്രീ ആയിട്ട് ലഭിക്കും. മേയർ അങ്കിളുടെ ആ ടാക്സിഡോ ടോണിയുടെ കയ്യിൽ എങ്ങനെയാ കിട്ടിയത്? വൺ വേർഡിൽ പറയണമെങ്കിൽ അടിച്ചു മാറ്റി. കാൻഡീസ് കഴിക്കുന്നത് കുട്ടികൾക്ക് ഓക്കെയാണ്, പക്ഷെ ഇങ്ങനെ അടിച്ചു മാറ്റി കൊണ്ടുവന്ന കാൻഡീസ് കഴിക്കുന്നത് തെറ്റാണ്. ഇന്ന് മുതൽ ടോണി ബോസ് നമ്മുടെ നേതാവാണ്. കാൻഡിയും ടോയ്സും വാരിത്തരുന്ന ജേതാവാണ്. മിണ്ടാതിരിക്ക്. ദേ, ഞാൻ പറയുന്നത് കേൾക്ക്. ഇങ്ങനെ മോഷ്ടിച്ച സാധനങ്ങൾ വാങ്ങുന്നത് തെറ്റാണ്. ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. പ്ലീസ് ടോണി, നീ ഈ ചെയ്യുന്ന കാര്യം വളരെ തെറ്റാണ്. പ്ലീസ് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. പിന്നെ ആ ടാക്സി ഡോർ റിമൂവ് ചെയ്ത് മേയറങ്ങളുടെ കയ്യിൽ തിരിച്ചു കൊടുത്തേക്ക്. ഒരു പക്ഷെ ഞാൻ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ നീ എന്ത് ചെയ്യോടാ? നിന്റെ കയ്യിൽ ആ R7 ഗാഡ്ജറ്റ് ഇല്ലേ? അത് മാറ്റി വെച്ചേക്കുന്ന ഞാൻ നിന്നോട് ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ഒരിക്കലും R7ന്റെ പവർ യൂസ് ചെയ്ത് ജനങ്ങളെ വിഷമിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ആരെ വിഷമിപ്പിച്ചെന്നാ നീ പറഞ്ഞു വരുന്നത്? കാൻഡീസും ടോയ്സും ഞാൻ കുട്ടികൾക്ക് കൊണ്ടുവന്ന് കൊടുത്തത് തെറ്റാണെന്നാണോ പറഞ്ഞത്? മോഷ്ടിച്ച സാധനം ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് തെറ്റാണ് ടോണി. എനിക്ക് തോന്നുന്നത് ഇത് റൈറ്റ് ആണെന്നാ. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു റേസ് വെച്ച് നോക്കാം. ആര് ജയിക്കുന്നുവോ അവര് പറയുന്നത് ശരിയെന്ന് വെക്കാം. ഇല്ല, ഞാൻ നിന്റെ കൂടെ റേസ് വെക്കാൻ ആഗ്രഹിക്കുന്നില്ല. പ്ലീസ്, ഞാൻ പറഞ്ഞത് അനുസരിക്ക്. അനുസരിക്കാം. അതിന് നീ ആദ്യം എന്നെ ജയിക്കണം. പറ, നിനക്ക് എന്റെ കൂടെ റേസ് വെക്കാൻ ധൈര്യമുണ്ടോ? അതോ ഈ ടാക്സിഡോയുടെ മുമ്പിൽ എന്താ കിക്കോ പേടിച്ച് വിറയ്ക്കുകയാണോ? ശരി, സമ്മതിച്ചു. ഏത് തരം റേസാ ചെയ്യാൻ പോകുന്നത്? അങ്ങനെ വഴിക്കുവാ. റേസ് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അത് അവസാനിക്കുന്നത് സൺസിറ്റിയുടെ പുറത്ത്. ഏറ്റവും ഉയർന്ന മലയില്ലേ, അതിന്റെ ടോപ്പിലായിരിക്കും. ആരാണോ ആദ്യം അവിടെ ചെന്നെത്തുന്നത് അവർ ജയിച്ചു എന്നർത്ഥം. ശരി, സമ്മതിച്ചു. ഒരു പക്ഷെ നീ തോറ്റുപോയാൽ പിന്നെ ഒരു അക്ഷരം മിണ്ടരുത്. ഈ ടാക്സി ഡോർ റിമൂവ് ചെയ്ത് മേയർ അങ്കിളിന് തിരിച്ചു കൊടുത്തേക്കണം. ആദ്യം എന്നെ ഒന്ന് തോൽപ്പിച്ച് കാണിക്കടാ. പിന്നെ ഈ റേസിൽ ഒരു റൂൾ ഉണ്ട്. അതായത് ഒരു റൂളുമില്ല. ഇതിൽ ജയിക്കുന്നതിന് വേണ്ടി നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞതല്ലേ, ഈ റേസിൽ ഒരു റൂൾ ഉണ്ട്. അതായത് ഒരു റൂളും ഇല്ലാന്ന്. റേസിൽ ജയിക്കാൻ വേണ്ടി ആർക്കും എന്തും ചെയ്യാവുന്നതാണ്. ഞാനിപ്പോ എത്രയും പെട്ടെന്ന് സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റൂ. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. ഞാൻ കീക്കോ വന്റെ ബെല്ലമെന്ന സൂപ്പർ സ്പീഡോ വിളിച്ചാലുടെ നടി വനത്തിന് ഹീറോ ഉലങ്ങായി നിൽക്കുന്ന ഒരു സീറോ എന്റെ മുന്നിൽ അതിലുള്ള വഴി നിന്നെ കൂട്ടിപ്പോ റൈറ്റ് ആയാലും ശരി റോങ് ആയാലും ശരി തെറ്റിക്കണ്ടാൽ ഒരിക്കലും ഞാൻ പൊറുക്കില്ല. സൂപ്പർ സ്പീഡോ, ടോണി മേയറങ്ങളുടെ ഒരു പവർഫുൾ ടാക്സിഡോ അടിച്ചു മാറ്റിയിരിക്കുക. അത് വെച്ച് കണ്ണിൽ കാണുന്നതെല്ലാം അവൻ പൊളിച്ചടുക്കുകയാ. നമുക്ക് അവനെ എങ്ങനെയെങ്കിലും തടഞ്ഞു നിർത്തിയേ പറ്റൂ. ഞാനിപ്പോ വന്നു കഴിഞ്ഞില്ലേ. നമ്മൾ രണ്ടാലും ചേർന്നാൽ ടോണി മാത്രമല്ല പോണി വന്നാലും നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ദാ പോകുന്നു ടോണി. സൂപ്പർ സ്പീഡോ, വേഗം ചെല്ല്. നീ പറയുന്ന പോലെ റോക്കറ്റ് ഫയർ ചെയ്യട്ടെ? വേണ്ട വേണ്ട സൂപ്പർ സ്പീഡോ, അത് കാരണം ടോണിക്ക് മുറിവേൽക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് ആവശ്യം ടാക്സിഡോ, അത് മാത്രം മതി.
tuxedo. Better be ready for Kiko and Speedo. Your tricks won't be useful, Tony. We all know that you are ഓ phony. അപ്പൊ സൂപ്പർ സ്പീഡോയും എത്തിക്കഴിഞ്ഞു അല്ലേ? ഇപ്പൊ കാണിച്ചു തരാടാ. Tuxedo is a super suit. You will pay for all the loot. It is Sunset T's pride. Better give it up and step aside. What you've done is very wrong. The consequences will be strong. You should listen to Kiko and Speedo. Give us back that tuxedo. കീക്കോ, ടോണിയുടെ ഈ ജമ്പ് വളരെ പവർഫുൾ ആണ്. ഇങ്ങനെ പോയ എന്റെ സിസ്റ്റം ഡാമേജ് ആവുമെന്നാണ് തോന്നുന്നത്. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 41 അപ്ലൈ ചെയ്. ഓക്കേ കീക്കോ, എന്റെ മാഗ്നറ്റിക് റേസ് വെച്ച് ഡ്രൈനേജിന്റെ സ്ലാബ് ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചേക്കാം. ഈ ടോണിയോട് കയറി കളിച്ചാലുണ്ടല്ലോ പിന്നെ അതൊരു ഭൂകമ്പമായിരിക്കും. ഇപ്പൊ നോക്കിക്കോ, ഞാൻ നിങ്ങളെ രണ്ടുപേരെയും എന്താ ചെയ്യാൻ പോണെന്ന്. എന്തെങ്കിലും വേഗം ചെയ്യൂ കീക്കോ. ഒരുപാട് സമയത്തേക്ക് ടോണിയുടെ ഇടി എനിക്ക് മേടിക്കാൻ പറ്റില്ല. സൂപ്പർ സ്പീഡോ റിവേഴ്സ് എടുക്ക്. നമ്മൾ എത്രയും വേഗം മുകളിൽ ചെന്നെത്തണം. ബോസ് അടുത്ത പ്രാവശ്യം കേക്ക് ഷോപ്പിൽ കൊള്ളയടിക്ക്. അതിന്റെ അടുത്തൊരു സമോസ കടയും ഉണ്ട്. എടാ ഭ്രാന്തന്മാരെ, എന്നെ അങ്ങ് വിട്ടേക്ക്, അല്ലെങ്കിൽ കിക്കോ ഈ റേസിൽ വിജയിക്കും. ഫോർമുല നമ്പർ 39 അപ്ലൈ ചെയ്. സൂപ്പർ സ്പീഡോ സൂക്ഷിച്ച്. സ്റ്റെബിലിറ്റി കൺട്രോൾ വർക്കൗട്ട് ആകുന്നില്ല. ടോണി പഞ്ച് ചെയ്തതുകൊണ്ട് എല്ലാ ഫംഗ്ഷൻസും ഹാങ് ആയി നിൽക്കുകയാണ്. എല്ലാം റീബൂട്ട് ചെയ്തേ മതിയാവൂ. ഒരു പ്രാവശ്യം നിന്റെ സിസ്റ്റം റീബൂട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ ചെന്ന് ഖുറാന അങ്കിളിനോട് ചോദിക്കാം. ടാക്സിഡോ അണിഞ്ഞിരിക്കുന്ന ടോണിയെ എങ്ങനെയാ തടയേണ്ടതെന്ന് ചോദിക്കാം. ടോണി ബോസ്, ഇനി നമ്മൾ എല്ലാവർക്കും ചേർന്ന് അടിച്ചു പൊളിച്ച് കളിക്കി മറിക്കാം. എന്ത് പറയുന്നു? വരൂ, സ്കൂളിൽ നിന്ന് വന്നിട്ട് നമുക്ക് കളിക്കാം. ഞാനിവിടെ രാജാവായിട്ടുള്ളപ്പോൾ നോ സ്കൂൾ, ഓൺലി ഫുൾ ടൈം ജോളി പാർട്ടി. ഇന്ന് മുതൽ ഏതൊരു കുട്ടിയും സ്കൂളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. കാരണം ഇന്ന് ഞാൻ സ്കൂൾ തല്ലിപ്പൊളിച്ച് അതേ സ്ഥലത്ത് പ്ലേ ഗ്രൗണ്ട് ഉണ്ടാക്കും. അതിനുശേഷം നമുക്ക് എല്ലാവർക്കും രാവും പകലും അവിടെ നിന്ന് കളിക്കാം. ഇനി പഠിത്തം ഒന്നും തന്നെയില്ല, ഓൺലി പ്ലേ ആൻഡ് ഗെയിംസ്. ടോണി ഇപ്പോൾ വല്ലാത്ത പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുക. പക്ഷേ ഖുറാന അങ്കിൾ, ടാക്സിഡോ തടഞ്ഞു നിർത്താൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടാവില്ലേ? അതെ ഉണ്ട്. ആ ടാക്സിഡോയെ ടോണിയുടെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യ്. അതിനുശേഷം അതിന്റെ പവർ അവന് യൂസ് ചെയ്യാൻ പറ്റില്ല. ആഹാ, എന്തൊരു ഐഡിയ ആയി പറഞ്ഞിരിക്കുന്നേ. കേക്കോ, വേഗം ചെല്ല്. ആ ടോണി നമ്മുടെ സ്കൂളിൽ തല്ലിപ്പൊളിക്കാൻ പോവാ. നിൽക്കൂ ടോണി, നീ കാൻഡി ഷോപ്പും ടോയ് ഷോപ്പും കൊള്ളയടിച്ചു. അതൊക്കെ തെറ്റാണ്. ഇപ്പൊ നീ സ്കൂളും തല്ലിപ്പൊളിക്കാൻ പോവാണോ? ഇത് വളരെ വലിയ തെറ്റാണ്. അതേടാ, ഞാൻ അങ്ങനെ തന്നെ ചെയ്യും. ആർക്കും എന്നെ തടയാനാവില്ല. നീ എന്നെ തടയോ അതോ നിന്റെ ഈ തല്ലിപ്പൊളിക്കാറോ? അവന്റെ ഒരു പന്ന സൂപ്പർ കാറ്. നീ ഒന്ന് സമാധാനിക്ക് സൂപ്പർ സ്പീഡോ, ഞാൻ എന്തെങ്കിലും ചെയ്യാം. ഓ നോ. ആദ്യം നമുക്ക് ടോണി എവിടുന്ന് പുറത്തേക്ക് എവിടെയെങ്കിലും കൊണ്ടുപോകണം. എങ്കിൽ മാത്രമേ അവന്റെ അറ്റാക്കിൽ നിന്ന് സ്കൂളിനെ രക്ഷിക്കാൻ പറ്റൂ. ബഡി, ഫോർമുല നമ്പർ 60 അപ്ലൈ ചെയ്യ്. ബഡി, ഉടൻ തന്നെ മാഗ്നറ്റിക് ഗ്ലാസ് വെച്ച് ടോണിയുടെ രണ്ട് കൈകളും ചേർത്തൊട്ടിച്ചേക്കാം. പിന്നെ ഒരിക്കലും അവന് പഞ്ച് ചെയ്യാൻ പറ്റില്ല.
സൂപ്പർ സ്പീഡോ വേഗം ചെല്ല്, നേരെ കാട്ടിലേക്ക് വിട്. കീക്കോ, തറയിലേക്ക് അവനെ ഇങ്ങനെ വലിച്ചെറിഞ്ഞ് കളിക്കുമ്പോൾ എന്റെ സിസ്റ്റം വീണ്ടും ഹാങ് ആവുമെന്നാണ് തോന്നുന്നത്. ഇപ്രാവശ്യം എന്റെ കൺട്രോൾ സിസ്റ്റം ഫെയിൽ ആയി കഴിഞ്ഞാൽ പിന്നെ റീബൂട്ട് ആകാൻ ഒരുപാട് സമയമെടുക്കും. സൂപ്പർ സ്പീഡോ ആ കയറ് കട്ട് ചെയ്തിട്ട് കാട്ടിലേക്ക് ചെല്ല്. സൂക്ഷിക്കണം കീക്കോ, ഇവിടെ ഒരുപാട് ഉറുമ്പുകളുണ്ട്. കിക്കോ, സൂപ്പർ സ്പീഡോ! എടാ പേടി തൊണ്ടന്മാരെ, ധൈര്യമുണ്ടെങ്കിൽ എന്റെ മുമ്പിൽ വന്ന് നിൽക്ക. പേടിത്തൊണ്ടന്മാര് ഞങ്ങളല്ല, നീയാണ്. ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നേരിട്ട് വാടാ, വാ. സൂക്ഷിച്ചു കീക്കോ, വീണ്ടും അവന്റെ ഒരു പഞ്ച് എനിക്ക് ഏറ്റാൽ എന്റെ ടോട്ടൽ സിസ്റ്റവും ബ്ലോക്ക് ആകും. ഡോണ്ട് വറി സൂപ്പർ സ്പീഡോ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. കറക്റ്റായ സമയത്ത് ഫോർമുല നമ്പർ 134 അപ്ലൈ ചെയ്യാൻ മറക്കരുത്. ഇപ്പൊ നോക്കിക്കോടാ, ഒരൊറ്റ പഞ്ച് കൊണ്ട് നിങ്ങൾ രണ്ടാളെയും ചട്നിയാക്കി ചതച്ച് കളയും ഞാൻ. ഖുറാന അങ്കിൾ, എന്റെ അഭിപ്രായത്തിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ ടെക്സിഡോ ഡിസ്ട്രോയ് ചെയ്തേക്കൂ. ഒരുപക്ഷെ അത് തെറ്റായ ആളുകളുടെ കയ്യിൽ ചെന്നപ്പെട്ടാൽ പിന്നെ പ്രശ്നങ്ങളുടെ പടയോട്ടമായിരിക്കും. എക്സാക്ട്ലി, ഞാനും ആ പോയിന്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇതിങ്ങനെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയത്. വേണ്ട സൂപ്പർ സ്പീഡോ, റോക്കറ്റോ മിസൈലോ ഒന്നും യൂസ് ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ ഈ കൊള്ളക്കാരോടൊപ്പം ചേർന്ന് ഇവിടെയുള്ള ഒറിജിനൽ മരങ്ങളും നശിച്ചു പോകും. ഓക്കേ കീക്കോ, നിക്കേ, ഞാൻ ഇപ്പൊ തന്നെ നിന്നെ രക്ഷിച്ചേക്കാം. കലക്കി പേടു ബോസ്, നല്ല രസമുണ്ട്. ബാഡ്മിന്റൺ കളിച്ചിട്ട് ഒരുപാട് ദിവസമായി. പേടു ബോസ്, എനിക്കും കൂടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇട്, എനിക്ക് ഇങ്ങോട്ടൊന്ന് തട്ടിവിടന്നേ. ഹൈവേയിൽ വരുന്ന എല്ലാവരെയും ഞാൻ കൊള്ളയടിക്കും. ഇതിൽ ഫുള്ളായിട്ട് ക്യാഷാണ്. ഇപ്പൊ നമ്മൾ ഈ കാശ് വെച്ച് സൺസിറ്റിക്ക് വേണ്ടി ഒരു പുതിയ സ്കൂൾ നിർമ്മിക്കാം. എത്രയും പെട്ടെന്ന് നമ്മൾ ഈ കാശ് കൊണ്ട് സൺസിറ്റിയിലേക്ക് വളരെ സേഫ് ആയിട്ട് എത്തേണ്ടതാണ്. കാരണം ഞാനിപ്പോൾ ഒരു കാര്യം കേട്ടു, ഹൈവേയിൽ ചില കൊള്ളക്കാര് കൊള്ളയടിച്ചു പോകുന്നുണ്ടെന്ന് കേട്ടു. എന്റെ അമ്മോ, ഒന്ന് റിലാക്സ് ചെയ്യുന്നേരെ. ഇവിടുന്ന് കണ്ണെത്തും ദൂരം വരെ ഗ്രൗണ്ട് ആണ്, ഇവിടെ ആരും ഇല്ലെന്നേ. ആ പിന്നെ എന്റെ പി സുജാത ഫുൾ സ്പീഡിലാ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അയ്യോ, ഇതെവിടുന്നാ വന്നത്? ആര്? കൊള്ളക്കാരന്മാരോ? മരം, ഇതെങ്ങനെ ഈ മരം ഇവിടെ വന്നത്? അതും റോഡിന്റെ മുകളിൽ മരമെന്ന് വെച്ചാൽ ഇത് നമ്മളെ കൊടുക്കാനുള്ള ചതി വല്ലതും ആണോ? അയ്യോ, ഇത് വെറും മരമാണ് സാറ്. ഇത് കണ്ട് എന്തിനാ പേടിക്കുന്നത്? വരൂ, പുറത്തേക്ക് വന്ന് നോക്കൂ. ഈ ജ്യൂസി ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്ക. വന്നാട്ടെ, പുറത്തേക്ക് വാ. When Temba Annan here, then no fear, Ji. ഒരുപാട് വിശക്കുന്നുണ്ടല്ലേ?
അയ്യോ, കാറ്റടിക്കുന്നത് കാരണം ഈ ബ്രാഞ്ച് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഏതാണ്ട് ഈ ഫ്രൂട്ട്സ് ഒക്കെ ഇപ്പോ നമ്മുടെ സ്റ്റൈലിൽ തന്നെ പറിക്കണമെന്നാ തോന്നുന്നത്. അയ്യോ സോറി സാറേ, അത് പിന്നെ എന്റെ ഉന്ന അല്പം തെറ്റിപ്പോയി സാറേ. ടംബോണ, ഫ്രൂട്ട്സ് പറിച്ചെടുക്കാൻ വേണ്ടി നമ്മളിപ്പോ വേറെന്തെങ്കിലും ഐഡിയ ചെയ്യേണ്ടി വരും. അപ്പൊ ഇങ്ങോട്ട് വരൂ. അയ്യോ, എന്റെ കൈക്ക് എത്തിയ ബ്രാഞ്ച് പെട്ടെന്ന് എങ്ങനെയാ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ശരി, വിട്ടേക്കാം ടംബോണ. നമുക്ക് സൺസെറ്റിൽ പോയി എന്തെങ്കിലും കഴിക്കാംന്നേ. കാറിന്റെ ഡോർ എങ്ങനെ തുറന്നത്? മമ്മി, കാശ് വെച്ചിരുന്ന സൂട്ട്കേസ് എങ്ങോട്ട് പോയത്? ഒരുപക്ഷെ കൊള്ളക്കാരന്മാരാരെങ്കിലും. അവന്മാർ എങ്ങോട്ടാ പോയത്? ഇപ്പൊ പിടിക്കാൻ ഞാൻ അവന്മാരെ. ഇവിടെ ആരും ഇല്ലല്ലോ. ഇത്ര പെട്ടെന്ന് ആ കൊള്ളക്കാർ എസ്കേപ്പ് ആയെങ്കിൽ എങ്ങോട്ടാ എസ്കേപ്പ് ആയത്? അയ്യോ, വണ്ടിയുടെ 4 ടയറും പഞ്ചറായി പോയല്ലോ. അയ്യോ, വേഗം പിടിക്ക്, കള്ളൻ കള്ളൻ. മമ്മി, അത് മരമല്ല, കൊള്ളക്കാരാണ്. കീക്കോ, കാശ് മുഴുവൻ അവന്മാർ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി. വരുന്ന വഴിക്ക് ഒരു 3 മരങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ആരോ ഇറങ്ങി വന്ന് പടം അടിച്ചു മാറ്റി അങ്ങ് പോയി. അതെങ്ങനെ സംഭവിക്കും മേയർ അങ്കിൾ? മരം എങ്ങനെയാ കൊള്ളയടിക്കുന്നത്? ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അതൊരു ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ അൺബിലീവബിൾ. മരത്തിന്റെയും ഫ്രൂട്ട്സിന്റെയും കഥ കേൾക്കുമ്പോ എനിക്കിപ്പോ ഭയങ്കരമായിട്ട് വിശപ്പ് തോന്നുന്നു. ഞാനൊരു 2 ചെറീസ് കഴിച്ചോട്ടെ? അത് മാത്രമല്ല കീക്കോ, ആ മരം ഓടിപ്പോകുന്നതിന് മുൻപ് എന്റെ പ്രിയപ്പെട്ട പി സുജാതയുടെ 4 ടയറിനെയും അവന്റെ മുള്ളുകൾ കൊണ്ട് പഞ്ചറാക്കി കളഞ്ഞു. നമ്മൾ അവരെ വണ്ടിയിൽ ഫോളോ ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടി അവരങ്ങനെ ചെയ്തത്. ഇത് കണ്ടോ, മുള്ള്. ആരെങ്കിലും ഒന്ന് വാതിലിൽ മുട്ടിയാൽ ടക് ടക് എന്ന് സൗണ്ട് വരും. കേസ് കിട്ടിയതും സോൾവ് ചെയ്താൽ അവനെ ഡിറ്റക്റ്റീവ് ചാറ്റ്പട്ട് എന്ന് പറയും. കലക്കി സാറേ, എന്തൊരു പഞ്ചായിരുന്നു അത്. ഞാൻ ഇതൊന്ന് ഈ നോട്ട് പാഡിൽ നോട്ട് ചെയ്ത് വെച്ചോട്ടെ. ചട്പട്ട് അങ്കിൾ, ഹൈവേയിൽ കൊള്ളയടിച്ചു പോകുന്ന സംഭവങ്ങളെ കുറിച്ച് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഉണ്ടോ? ആരുമില്ലാത്ത ഹൈവേ റോഡിൽ മരങ്ങൾ വന്ന് നിൽക്കുന്നു, റോഡ് ബ്ലോക്ക് ചെയ്യുന്നു, കൊള്ളയടിക്കുന്നു, എസ്കേപ്പ് ആവുന്നു. വിശ്വസിക്കാൻ പറ്റുന്നില്ല. സാറപ്പ ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ കാര്യം, ഹൈവേയിൽ നടക്കുന്ന കൊള്ള സംഭവങ്ങളെ കുറിച്ച് ഭയങ്കരമായിട്ട് കംപ്ലൈന്റ് വന്നുകൊണ്ടിരിക്കുന്ന 3 മരങ്ങൾ ഇങ്ങനെ ഒന്നിച്ച് ചേർന്ന കൊള്ളയടിച്ച് കൊണ്ടുപോകുന്നതേ പെട്ടെന്ന് എസ്കേപ്പ് ആവുകയും ചെയ്യുന്നു. എന്ന് വെച്ചാൽ
നമ്മളിപ്പോ എങ്ങനെയാ ആ 3 മരങ്ങളെയും തടഞ്ഞു നിർത്തുന്നത്? സിമ്പിൾ ആണ്. ആ 3 മരങ്ങളെ വെട്ടി മുറിച്ചേക്ക്. അപ്പൊ അതിനെ കൊള്ളയടിക്കാൻ പറ്റില്ലല്ലോ. അല്ല ടോണി, അത് റോങ് ആണ്. നമ്മൾ മരങ്ങൾ ഒരിക്കലും വെട്ടാൻ പാടില്ല. കൂടുതലായിട്ട് നമ്മൾ മരങ്ങൾ നടേണ്ടതാണ്. ലോകത്ത് മരങ്ങൾ അധികമായിട്ടുണ്ടെങ്കിൽ അത് എൻവിറോൺമെന്റിന് വളരെ നല്ലതാണ്. നമുക്കും ബെനിഫിറ്റ്സ് ഉണ്ട്. ഒറ്റവാക്കിൽ പറയണമെങ്കിൽ സൂപ്പർ റൈറ്റ്. മരത്തിലിരിക്കുന്ന പക്ഷികളുടെ പേര് ഗുല്ലു. ടോണി ബോസ് മരമണ്ടനാണ്, മരമാക്രിയാണ്. എടാ റോൾ നമ്പർ 420, നിങ്ങൾ രണ്ടാളും ഇപ്പൊ എന്താടാ പറഞ്ഞത്? ഈ ടോണിയോട് കയറി കളിച്ചാലുണ്ടല്ലോ. എന്ന് വെച്ചാൽ നമ്മൾ ആ മരങ്ങളെ പിടികൂടാത്തത് വരെ ഹൈവേയിൽ കൂടി ട്രാവൽ ചെയ്യുന്നത് ഒട്ടും സേഫ് അല്ലെന്നാ തോന്നുന്നേ. മമ്മി, ഇന്ന് ഞാൻ മൂൺ സിറ്റിയിൽ നിന്ന് ഒരുപാട് കാശ് മേടിച്ചോണ്ട് വരുമായിരുന്നു. അതിനു പകരം ഞാൻ അവർക്ക് നമ്മുടെ മ്യൂസിയത്തിലുള്ള ഹാൻഡി വാൾ ക്ലോക്ക് തരാമെന്ന് പറഞ്ഞതായിരുന്നു. ഇപ്പൊ ഞാൻ അവർക്ക് ആ വാൾ ക്ലോക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും? കാരണം മൂൺ സിറ്റിക്ക് പോകണമെങ്കിൽ ഹൈവേയിൽ കൂടെ വേണം നമ്മൾ പോകാൻ. മൂൺ സിറ്റിയിലുള്ള ജനങ്ങൾക്ക് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ആ വാൾ ക്ലോക്ക് കിട്ടിയില്ലെങ്കിൽ അത് നമ്മുടെ സൺസിറ്റിക്ക് വലിയൊരു അപമാനമായി തീരും. നമ്മൾ ഇനി എന്ത് ചെയ്യും? മമ്മി, ഹെൽപ് മീ. ഡോണ്ട് വറി മേയർ അങ്കിൾ, ഞാനിവിടെ ഉള്ളപ്പോ സൺസിറ്റിക്ക് ഒരു അപമാനവും ഉണ്ടാവില്ല. ആ വാൾ ക്ലോക്ക് മ്യൂസിയത്തിൽ നിന്ന് മൂൺ സിറ്റി വരെ ഞാൻ കൊണ്ടുപോകും. ശരിക്കും പറഞ്ഞാൽ ഞാൻ തനിച്ച് തന്നെ മരങ്ങളോട് ഫൈറ്റ് ചെയ്യുമായിരുന്നു. എനിക്ക് ദേഷ്യം വന്നാൽ പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഒരു പ്രാവശ്യം ഞാൻ ഒരുപാട് ദേഷ്യപ്പെട്ട് ഇതുപോലെ കൊള്ളയടിക്കുന്ന മരത്തിന് എടുത്തിട്ട് പെരുമാറി കളഞ്ഞില്ലേ. ഒരുപാട് എടുത്തിട്ട് ഇടിച്ചു. അവസാനം അത് മണ്ണടിഞ്ഞു പോയി, അറിയാമോ? സത്യമാണോ മേയർ അങ്കിൾ? പിന്നല്ലാതെ. ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ എന്റെ തലയുടെ മുകളിൽ ഒരുപാട് പുല്ലുകൾ വന്ന് വീഴട്ടെ. അയ്യോ കീക്കോ, ഇത് 3 അതേ മരങ്ങൾ തന്നെയാ. ഇതാണ് ഞങ്ങൾ കാശ് വെച്ചിരുന്ന സൂട്ട് കേസ് അടിച്ചു മാറ്റിക്കൊണ്ട് പോയത്. ട്വിങ്കിൾ, ഡോഡോ, നിങ്ങൾ രണ്ടാളും ഈ ആന്റിക് വാൾ ക്ലോക്കിനെ ശ്രദ്ധിച്ചു നോക്കിക്കോണം. ഞാൻ ചെന്ന് മരങ്ങൾ നോക്കിയിട്ട് വരാം. ഡോണ്ട് വറി കേക്കോ, ഞങ്ങൾ ഈ വാൾ ക്ലോക്കിനെ വളരെ ശ്രദ്ധിച്ചു നോക്കിക്കോളാന്നേ. എനിക്ക് വിശക്കുന്നു, എന്തെങ്കിലും കഴിച്ചോട്ടെ. ഞാനും മേയറും ഇതേപോലെ ഇവിടെ വന്ന് നിൽക്കുകയായിരുന്നു. അല്ലല്ലല്ല, ഞങ്ങൾ ഇങ്ങനെ ചാടി ചാടി ആ ഫ്രൂട്ട്സ് ഒക്കെ പറിക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാനൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോ കണ്ടത്. അതായത് ഡോഡോ നിൽക്ക്, ഞാൻ ഇതാ വരുന്നു. ഹൈവേയിൽ വരുന്ന എല്ലാവരെയും ഞങ്ങൾ കൊള്ളയടിക്കും. കലക്കി പേടു ബോസ്. ഇപ്പൊ നമുക്ക് കിട്ടിയ ആന്റി വാൾ ക്ലോക്ക് വിറ്റ് കഴിഞ്ഞാൽ ഒരുപാട് പൈസ കിട്ടുന്ന തോന്നുന്നത്. ബോസേ, ഇത് നമ്മൾ ഈ കൊള്ളയടിച്ച സാധനം. എടാ മാക്കി ചക്കി, നിങ്ങൾ രണ്ടാളും ഇതുപോലെ എന്നെ സഹായിച്ചാൽ മാത്രം മതി. പിന്നെ നോക്കിക്കോ, നമ്മൾ എല്ലാവരും ഓവർ നൈറ്റില് കോടീശ്വരന്മാരാവും. കോടീശ്വരന്മാർ. ഓവർ നൈറ്റിലല്ല, ഡേ ടൈം എന്ന് പറയൂ. കാരണം നമ്മൾ പകൽ സമയത്തല്ലേ കൊള്ളയടിക്കുന്നത്. ഈ വഴിക്ക് വരുന്ന എല്ലാവരെയും നമ്മൾ അങ്ങ് കൊള്ളയടിച്ചു പോകും. വേറെ വഴിയില്ല. ഇപ്പൊ സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റൂ. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. ഞാൻ കീക്കോ, എന്റെ ബെല്ലമെന്ന സൂപ്പർ സ്പീഡോ. വിളിച്ചാലുടെ നടി വനത്തുന്ന ഹീറോ. ഉലങ്ങായി നിൽക്കുന്ന ഒരു സീറോ. എന്റെ മുന്നിൽ അതിരുള്ള വഴി നിന്നെ കൂട്ടിപ്പോ. റൈറ്റ് ആയാലും ശരി, റോങ് ആയാലും ശരി, തെറ്റിക്കണ്ടാൽ ഒരിക്കലും ഞാൻ പൊറുക്കില്ല.
സൂപ്പർ സ്പീഡോ 3 കൊള്ളക്കാരന്മാര് കൊള്ളയടിച്ചിട്ട് എസ്കേപ്പ് ആവാണ്. വേഗം ആ ഡയറക്ഷനിലേക്ക് ചെല്ല്. Don't worry, കീക്കോ. നിന്റെ ബടി ഞാനുള്ളപ്പോൾ വിഷമിക്കേണ്ട കാര്യമില്ല. അയ്യോ 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 ആ പന്ന മരങ്ങൾ വീണ്ടും എന്റെ പി സുജാതയുടെ ടയറെല്ലാം പഞ്ചറാക്കി കളഞ്ഞല്ലോ. എന്റെ ഗീക്കോ, ആ കൊള്ളക്കാരന്മാരായ മരത്തെ വിട്ടുവയ്ക്കരുത്. ഇതുപോലെ അവന്മാരെ ഇടിച്ച് പഞ്ചറാക്കണം. Watch out, come on. Watch out. Kiko and Speedo are coming for you now. Catch them, hit them, let's follow. Throw them in jail and stop the sorrow. All these trees, they look alike. Find the right ones and strike. Watch out. Hey. ആ 3 മരങ്ങളെ കുറിച്ച് പറയണമെങ്കിൽ അത് ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ മിസ്സിംഗ്. അത് 3 മരങ്ങളല്ല, മനുഷ്യരാണ്. കാണാൻ മരം പോലെ ഇരിക്കുന്ന മെഷീൻ വെച്ച് കളിക്കാണ്. അത് വെച്ചാണ് അവർ ഹൈവേയിൽ കൊള്ളയടിക്കുന്നത്. തീർച്ചയായും അവന്മാരി കാട്ടിനകത്ത് തന്നെ പോയി കാണും. ഇത് കണ്ടോ, അവരുടെ വീലിന്റെ മാർക്സ് ഉണ്ട്. എനിക്ക് വിശ്വാസമുണ്ട് അവന്മാര് 3 പേരും ഇവിടെയുള്ള ഒരുപാട് മരങ്ങൾക്കിടയിൽ പതുങ്ങിയിരിക്കുമായിരിക്കും. എന്റെ അമ്മച്ചിയെ, ഇത്രയും കൂടെ അടർന്ന കാലിൽ നമ്മൾ എങ്ങനെ അവരെ തേടി കണ്ടുപിടിക്കാൻ പോകുന്നത്? അത് കണ്ടോ, 3 കൊള്ളക്കാരന്മാരും അവിടെയുണ്ട്. കിക്കോ, അതാണ് 3 മരങ്ങളെന്ന് നീ എങ്ങനെ മനസ്സിലാക്കി? കാരണം ആ 3 മരങ്ങളിൽ മാത്രം പക്ഷികളുടെ കൂടില്ല. പിന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, അത് 3ഉം ആൽമരങ്ങളാണ്. പക്ഷെ അതിലുള്ള ഫ്രൂട്ട്സ് കണ്ടില്ലേ, ഈ പഴങ്ങൾ ഒരിക്കലും ആൽമരത്തിൽ ഉണ്ടാവില്ല. എന്നാലും നമുക്ക് ഒരു പ്രാവശ്യം ക്രോസ് ചെക്ക് ചെയ്യാം. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 23. Okay, കീക്കോ, ആക്ടിവേറ്റിംഗ് ഫോർമുല നമ്പർ 23. ഇപ്പൊ ഞാൻ എന്റെ എക്സ്റേ വെച്ച് ചില ഇമേജസ് ചെക്ക് ചെയ്യാം. അത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇത് ഒറിജിനൽ മരമാണോ അല്ലയോ എന്നുള്ളത്. പട്ട പട്ട ബൂട്ട ബൂട്ട. ഈ ഹൈവേയിൽ വരുന്ന എല്ലാവരെയും നമ്മൾ കൊള്ളയടിക്കും. ബോസ്, ഈ ചെക്കനുണ്ടല്ലോ വളരെ സ്മാർട്ടായിട്ട് കളിക്കുക. 2 മിനിറ്റിനുള്ളിൽ ഈ അടർന്ന കാട്ടിൽ നമ്മളെ അടയാളം കണ്ടെത്തിയിരിക്കുക. നിങ്ങളിപ്പോ പറഞ്ഞത് വളരെ ശരിയാണ് മാക്കി ചക്കി. ഈ ചെക്കനെ ഇതുപോലെ നമ്മൾ വിട്ടുവെച്ചാൽ അത് നമുക്കൊരു വലിയ പ്രശ്നമായി മാറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോ ഇവനെയും ഇവന്റെ കൂട്ടുകാരെയും ശരിക്കൊരു പാഠം പഠിപ്പിച്ചേ പറ്റൂ. ഹലോ മിസ്റ്റർ പേഡു, ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്, പ്ലീസ് ഹൈവേയിൽ പോകുന്നവരെ ഇങ്ങനെ കൊള്ളയടിക്കുന്നത് ആദ്യം നിർത്തൂ. അവരുടെ കയ്യിൽ നിന്ന് കൊള്ളയടിച്ച സാധനങ്ങൾ അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കൂ. കാരണം ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തെ ഒരു ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ റോങ്. റോങ്ങിനേക്കാളും കൂടുതൽ റോങ് ആണ്. വെരി 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 റോങ്. ഞാനൊരു അല്പം കഴിച്ചോട്ടെ. ഈ ഫ്രൂട്ട് ഡമ്മിയാണ്. പക്ഷേ കൊള്ളയടിക്കുന്ന ഞങ്ങൾ ഒറിജിനൽ ആണ്. ഇപ്പൊ നോക്കിക്കോ, ഞാൻ നിങ്ങളെ പിഴിഞ്ഞ് ഫ്രൂട്ട്സിൽ നിന്ന് ജ്യൂസ് എടുക്കുന്നത് പോലെ നിങ്ങളെ ഞാൻ ജ്യൂസ് ആക്കാൻ പോവുക. എന്റെ ഫ്രണ്ട്സിനെ അങ്ങ് വിട്ടേക്ക്, ഇല്ലെങ്കിൽ എന്റെ ഒറ്റ ഒരു മിസൈൽ വെച്ച് നിങ്ങൾ എല്ലാവരും വകം വരുത്തും ഞാൻ. വേണ്ട സൂപ്പർ സ്പീഡോ, റോക്കറ്റോ മിസൈലോ ഒന്നും യൂസ് ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ ഈ കൊള്ളക്കാരോടൊപ്പം ചേർന്ന് ഇവിടെയുള്ള ഒറിജിനൽ മരങ്ങളും നശിച്ചു പോകും. ഓക്കേ കീക്കോ, നിക്കേ, ഞാൻ ഇപ്പൊ തന്നെ നിന്നെ രക്ഷിച്ചേക്കാം. കലക്കി പേടു ബോസ്, നല്ല രസമുണ്ട്. ബാഡ്മിന്റൺ കളിച്ചിട്ട് ഒരുപാട് ദിവസമായി. പെടു ബോസ്, എനിക്കും കൂടെ ഇങ്ങോട്ട് ഇട്. എനിക്ക് ഇങ്ങോട്ടൊന്ന് തട്ടിവിടന്നേ. പട്ട പട്ട ബൂട്ട ബൂട്ട. ഹൈവേയിൽ വരുന്ന എല്ലാവരെയും ഞാൻ കൊള്ളയടിക്കും. എനിക്ക് തല കറങ്ങുന്നല്ലോ. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 76 അപ്ലൈ ചെയ്യ്. കൊച്ചനെ, മതിയാക്കുന്നതിന്റെ ഈ ഫോർമുല കളി. ഞാൻ പറയുന്ന കേക്ക്, മരണം നിന്നെ തേടി വരാൻ പോവുകയാണ്. പേടിക്കണ്ട കൂട്ടുകാരെ, കീക്കോ ഞാനിവിടെ ഉള്ളപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. കീക്കോ, നമ്മളിപ്പോ ആയുധങ്ങളൊന്നും യൂസ് ചെയ്യാതെ ആ കൊള്ളക്കാരന്മാരെ നമ്മൾ എങ്ങനെ തോൽപ്പിക്കും? ട്രിക്ക് കൊണ്ട് ഒരു കാര്യം ചെയ്യാമെങ്കിൽ അവിടെ കിക്കിന്റെ ആവശ്യമില്ല. സൂപ്പർ സ്പീഡോ, ട്വിങ്കിൾ, ഡോഡോ, നിങ്ങൾ രണ്ടാളും സൺസിറ്റിയിലേക്ക് തിരിച്ചു പോകൂ. കാരണം ഇത് ഒരുപാട് അപകടം പിടിച്ച സ്ഥലം. ഇല്ല കിക്കോ, ഇതുപോലെ അപകടമുള്ള സമയത്ത് നിന്നെ തനിച്ചാക്കി ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയോ, അതൊരു ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ നമ്മൾ ഫ്രണ്ട്സ്. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 68 അപ്ലൈ ചെയ്യ്. ഓക്കേ ബഡി, അപ്ലൈയിങ് ഫോർമുല 68. അപ്പൊ നിങ്ങൾ എല്ലാവരും രക്ഷപ്പെട്ടു അല്ലേ? നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വളരെ ലക്കിയായ ദിവസമാണെന്നാ തോന്നുന്നത്. അതെ, പക്ഷെ ഇന്ന് നിങ്ങളുടെ ബാഡ് ലക്ക് ഒരുപാട് മോശമാണ്. എടാ എന്റെ കൊച്ചു ചെക്ക,
നിനക്ക് അത്രയ്ക്ക് ധൈര്യമാണോ? ഞങ്ങളോടാണോടാ നിന്റെ ഈ കളി? ഇപ്പൊ നോക്കിക്കോ, നിന്നെ എടുത്തിട്ട് പന്താടാൻ പോവുകയാണ്. നീയൊക്കെ അടയാളമില്ലാതെ കാണാതെ പോവും. പന്താടുന്ന കളിയൊക്കെ പിന്നെ. ആദ്യം പറ്റുമെങ്കിൽ എന്നെ ഒന്ന് പിടിച്ചു കാണിക്കേ. കം ഓൺ ട്വിങ്കിൾ ആൻഡ് ഡോഡോ, ലെറ്റ്സ് ഡു ഇറ്റ്. പേടുവിനെ നീ ചാലഞ്ച് ചെയ്യുന്നു. ഇപ്പൊ നോക്കിക്കോ, ഞാൻ നിങ്ങളെ എല്ലാവരെയും എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടോ? ട്വിങ്കിൾ, ഡോഡോ, എല്ലാ ബ്രാഞ്ചസിനെയും ഒരുമിച്ച് ചേർത്ത് കെട്ട്. കുടുക്കി വിട്ടേക്ക്. ചേടാ, ഈ കൊച്ചു ചെക്കന്മാര് നമ്മുടെ ബ്രാഞ്ചസിനെ കെട്ടിവെച്ച് കളഞ്ഞല്ലോ. നമുക്ക് ആർക്കും ഇപ്പോൾ അനങ്ങാൻ പോലും പറ്റുന്നില്ലല്ലോ. ഒരു പ്രശ്നവുമില്ല, നമുക്കൊരൽപ്പം പുറകോട്ട് പോകാം. നല്ല ശക്തിയോടുകൂടി വലിക്ക്. എല്ലാവരുടെയും ബ്രാഞ്ചസ് നന്നായിട്ട് വലിച്ചു പിടിക്കേ. ട്വിങ്കിൾ, ഡോഡോ, നിങ്ങൾ രണ്ടാളും അകത്ത് തന്നെ ഇരിക്കേ. സൂപ്പർ സ്പീഡോ, ഇനി മരങ്ങൾ പുറത്തേക്ക് വന്നതും നമ്മൾ വേറെ രീതിയിൽ കളി തുടങ്ങണം. മനസ്സിലായല്ലോ? മേഡം ബോസ്, നിങ്ങൾ കീക്കോയിന് നോക്കിക്കോളൂ. ഞങ്ങൾ അതുവരെ സൂപ്പർ സ്പീഡോയെ തടഞ്ഞു നിർത്താം. കീക്കോ, ഇനി ഞാൻ നിന്നെ വിടുന്ന പ്രശ്നമില്ല. ഞങ്ങൾ അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടാ വലിക്കുന്നത്. നിങ്ങൾ എല്ലാവരും പപ്പട പോലെ പൊടിഞ്ഞു പോകും. നിങ്ങളെ എടുത്ത് ചമ്മന്തിയാക്കിയിട്ട് ഞങ്ങൾ ബജ്ജിയുടെ കൂടെ അതൊക്കെ കഴിക്കും. നല്ല രസമായിരിക്കും. ഞാനിപ്പോ എന്റെ സൈസ് അധികപ്പെടുത്തിയേ പറ്റും തോന്നുന്നു. എങ്കിലേ ഇവന്റെ ഗ്രിപ്പിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ. സൂപ്പർ സ്പീഡ് നമ്മളുടെ എല്ലാ ബ്രാഞ്ചിനെയും ഓടിച്ചു കളഞ്ഞല്ലോ. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 267 അപ്ലൈ ചെയ്യ്. ഓക്കേ കീക്കോ, ഇനിഷ്യേറ്റിംഗ് ഫോർമുല 267. ഇപ്പോൾ ഞാൻ എന്റെ കിക്ക് യൂസ് ചെയ്യാൻ പോവാണ്. എടാ, അവിടെ കറങ്ങി ഇവിടെ കറങ്ങി നീ അവസാനം എന്റെ കാലടിയിൽ തന്നെ വന്ന് വീണില്ലേ? എന്താ പറഞ്ഞത്? സാറ് പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ യു ആർ അണ്ടർ അറസ്റ്റ്. ഈ കാണുന്ന സാധനങ്ങളെല്ലാം ആ മരങ്ങളാണ് കൊള്ളയടിച്ചു പോയത്. ഈ സാധനങ്ങളുടെ ഓണേഴ്സിന് തന്നെ നിങ്ങളത് തിരിച്ചു കൊടുത്തേക്കൂ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം. കീക്കോ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇന്ന് നീയും സൂപ്പർ സ്പീഡോയും ചേർന്ന് വീണ്ടും സൺസെറ്റിക്ക് വന്ന ആപത്തിൽ നിന്നും ഞങ്ങൾ എല്ലാവരും രക്ഷിച്ചിരിക്കുകയാണ്. വി ആർ വെരി പ്രൗഡ് ഓഫ് യു ബോത്ത്.